ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിവാഹത്തെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ സമ്പൂർണ്ണത വരുന്നത് വൈവാഹിക ജീവിതത്തോടു കൂടിയാണ്. വിവാഹം എന്ന് പറയുന്നത് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആദിമ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടതായ ദൈവം തക്ക തുണയെ നിർമ്മിച്ചു കൊടുത്തു എന്ന് നാം വചനത്തിലൂടെ വായിക്കുന്നു. പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയും ദൈവത്തിൻ്റെ ജീവശ്വാസം അവൻ്റെ മുക്കിൽ ഊതുകയും അങ്ങനെ ജീവനുള്ള ദേഹിയായി മനുഷ്യൻ തീരുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, മനുഷ്യനെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വളരെയധികം കൂടുന്നു. ഈ വൈവാഹിക ജീവിതത്തെപ്പറ്റി അനേക വിഷയങ്ങൾ അനേകർ സംസാരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സ്പെസിഫിക്കായിട്ട് ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വൈവാഹിക ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ഫൈനാൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇത് വളരെയധികം പ്രസക്തമായൊരു വിഷയമാണ്. നമ്മുടെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചാക്കിയ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റുവേർഷിപ്പാണ്. സ്റ്റുവേർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവനാകട്ടെ, നമുക്ക് തന്നതാകട്ടെ, നമ്മുടെ വൈവാഹിക ജീവിതമാകട്ടെ, എല്ലാം എവരിത്തിങ് ഈസ് ഗിവൺ ടു അസ്. അതിൻ്റെ പൊസഷനാണ് നമുക്കുള്ളൂ. ഓണർഷിപ്പ് ബിലോങ്സ് ടു ദ ലോർഡ്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ എന്താണ് ഇങ്ങനെയൊരു വിഷയം സംസാരിക്കാനായിട്ട് എൻ്റെ യോഗ്യത എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും എനിക്ക് യോഗ്യതയുണ്ട്, ദൈവം തന്ന യോഗ്യതയുണ്ട്. കഴിഞ്ഞ 37 വർഷം വളരെ വിജയകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ദൈവം എന്നെ